കഥാമധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ മുഖം. രചന ഡോക്ടർ നീമ പത്മാകരൻ. അവതരണം അമ്മു. അഖില ഏറെ നേരമായി കണ്ണാടി നോക്കിയിരിക്കുകയാണ്. പല കോണുകളിലൂടെ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ മുഖം വീക്ഷിക്കുകയാണ്. വിവിധ ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തൻ്റെ മുഖം മാറ്റണം. കുറച്ച് നാളായുള്ള ചിന്തയാണ്. ഇപ്പോൾ ആ ചിന്ത വളരെ കലശലാണ്. അവൾ ഒന്നുകൂടി മനസ്സിലേക്ക് ഒരു തേരോട്ടം നടത്തി. പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകനാണ് ആദ്യമായി തൻ്റെ ഒരു ന്യൂനത വലിയൊരു കണ്ടുപിടുത്തം പോലെ വെളിപ്പെടുത്തിയത്. അഖില, തൻ്റെ മുകൾ നിരയിലെ പല്ല് ആനപ്പല്ലാണ്. താഴത്തേത് മൊത്തം നിരതെറ്റിയിട്ടാണ്. പോരാത്തതിന് ഇടംപല്ല്. പല്ല് കമ്പിയിടണം. അന്ന് ദന്തചികിത്സ അത്ര പ്രചാരം നേടിയിട്ടില്ലാത്ത കാലം. നഗരങ്ങളിൽ പോലും 1-2 ദന്ത ഡോക്ടർമാർ മാത്രം. നാട്ടുമ്പുറത്തെ കാര്യം പറയാനുമില്ല. അന്നു മുതൽ പല്ല് കാണിച്ച് ചിരിക്കുന്നത് നിർത്തി. പല്ല് കമ്പിയിടാൻ വീട്ടിൽ പറയാൻ പറ്റില്ല. ഓരോ ദിവസവും കഞ്ഞി കുടിച്ച് കഴിയുന്ന പാട് അവർക്കറിയാം. ദന്തനിര തെറ്റിയ വിഷാദം മനസ്സിലൊരു കോണിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്യൂഷൻ ടീച്ചർ വക അടുത്ത കമൻറ്റ്. അഖില, തൻ്റെ മൂക്ക് ചപ്പിയതാണ്, ചൈനക്കാരുടെ മൂക്കുപോലെ. ഫോട്ടോഗ്രാഫിക്ക് അന്ന് വലിയ പ്രചാരമില്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കേണ്ടല്ലോ എന്ന് ആശ്വസിച്ചു. അച്ഛൻ പെങ്ങളുടെ മക്കൾ വീട്ടിൽ വിരുന്നു വന്ന ദിവസം രാത്രിയിൽ അത്താഴം കഴിഞ്ഞു. ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഒത്തുകൂടി. അപ്പോഴാണ് അപ്പച്ചിയുടെ ഇളയ മകളുടെ വക. നിന്റെ കഴുത്തിനെന്തൊരു നീളമാണ് അഖില. നിനക്ക് കോളറുള്ള ഷർട്ട് മാത്രമേ ചേരൂ. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമൊന്നുമില്ലാതിരുന്ന അന്ന് അതൊന്നും വലിയ ചലനങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിച്ചില്ല. എങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ അതെല്ലാം കനലായി എരിഞ്ഞു. അന്നു മുതൽ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് എന്ന തോന്നൽ ശക്തമായി. അതോടൊപ്പം ഒരു ശീലവും കൂടി. തൻ്റെ സമപ്രായക്കാരെ വീക്ഷിക്കുക. തൻ്റെ കുറവുകൾ അവർക്കുണ്ടോ? പ്രായത്തിൻ്റെ അപക്വത കൊണ്ടായിരിക്കാം മറ്റുള്ളവരിൽ ന്യൂനതകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നു മുതൽ ആരോടും ചിരിക്കാത്ത മിണ്ടാത്ത കുട്ടിയായി അഖില മാറി. പ്രശ്നം അവിടെയും തീർന്നില്ല. ഹൈസ്കൂൾ ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ്സിലെ പിൻബെഞ്ചുകാർക്ക് നീളമുള്ള ഞാൻ മുമ്പിലിരിക്കുന്നത് കൊണ്ട് അധ്യാപകരെ കാണാൻ പറ്റുന്നില്ല. ബോർഡിലെഴുതുന്നത് കാണാൻ പറ്റുന്നില്ല. പരാതി പ്രളയത്തിൽ എൻ്റെ സ്ഥാനം പിൻനിരയിലേക്ക് മാറ്റപ്പെട്ടു. കൂട്ടത്തിൽ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റും നീളം കുറഞ്ഞവളും എന്ന മുൻനിരക്കാരിയുമായ സ്വപ്നയുടെ കമൻറ്റ്. അഖില, വയസ്സാവുമ്പോൾ നീളം കൂടി അമ്മൂമ്മയാകും. ഇന്നും എന്താണ് അതിൻ്റെ പൊരുൾ എന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രശ്നം ഗുരുതരമായത് കോളേജിലെത്തിയപ്പോഴാണ്. സഹപാഠിയായ ഫരീദയുടെ വക. ഈ കുട്ടിക്ക് എന്തൊരു നീളമാണ്. ആ മുടി കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തിന് കൊള്ളാമായിരുന്നു. കാണാൻ ഒട്ടും കൊള്ളില്ല. ആശ്വാസത്തിൻ്റെ ഒരു തുരുത്ത് എൻ്റെ കാർക്കൂന്തൽ. ഞാൻ അറിയാതെ എൻ്റെ മുടിയെ ഒന്ന് താലോലിച്ചു. എൻ്റെ കുറവുകളെ ഇങ്ങനെ എല്ലാവരും എൻ്റെ ചുറ്റും നിന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് കോളേജ് ക്ലാസ്സിലെ ക്ലാസ് ടെസ്റ്റിന് മാർക്ക് കൂടുതൽ കിട്ടിയപ്പോൾ ദാ വരുന്നു ഫിസിക്സ് അധ്യാപികയുടെ വക. ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്നയാൾ കോപ്പി അടിച്ചിട്ടാണോ ക്ലാസ് ഫസ്റ്റ് വാങ്ങിയത്? സഹപാഠികൾക്ക് മുന്നിൽ കുറ്റം ചെയ്തവളെപ്പോലെ നിൽക്കേണ്ടി വന്ന ആ നിമിഷങ്ങൾ തെളിമയോടെ ഇന്നും മനസ്സിൽ നിൽക്കുന്നു. എൻ്റെ തകർച്ച അവിടെ പൂർണ്ണമായി. എപ്പോഴൊക്കെയോ മനസ്സിലെ മോഹിപ്പിച്ച പത്രപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചപ്പോൾ ഇനി ചിരിക്കാൻ പഠിക്കണം എന്ന് മനസ്സിലോർത്തെങ്കിലും നിരതെറ്റിയ പല്ലുകളും പതിഞ്ഞ മൂക്കും നീണ്ട കഴുത്തും അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. തീവണ്ടി യാത്രക്കിടയിൽ ഇടയ്ക്കൊക്കെ കണ്ടുമുട്ടാറുള്ള ആൺസുഹൃത്ത് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ നിഷ്കരണം ഞാനത് നിരസിച്ചു. അപ്പോൾ ദാ വരുന്നു അദ്ദേഹത്തിൻ്റെ വക. നീ യാമിനി കൃഷ്ണമൂർത്തിയൊന്നുമല്ലല്ലോ, ഒരു ശരാശരി പെണ്ണ്. അദ്ദേഹത്തിന് ഞാൻ ശരാശരിയെങ്കിലുമാണ് ആശ്വാസം. എന്നാൽ സ്വന്തം പ്രണയനഷ്ടത്തിന് കാരണമായത് പ്രണയിതാവിൻ്റെ ചെങ്ങാതിയുടെ ഒറ്റ വാചകം. ആ കൊച്ചിനെ കാണാനൊന്നും കൊള്ളില്ല. പിന്നെ നീ എന്ത് കണ്ടിട്ടാ? ഒന്നുകിൽ പെൺകുട്ടിക്ക് സൗന്ദര്യം വേണം, അല്ലെങ്കിൽ വീട്ടിൽ പൈസ വേണം. ഇത് രണ്ടുമില്ലാത്ത ഇതിനെ നിനക്കെന്തിനാ? സുഹൃത്തിൻ്റെ വാക്കുകൾ കേൾക്കാത്ത താമസം എൻ്റെ കാമുകൻ എന്നെ ഉപേക്ഷിച്ചു. സുഹൃത്തിൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന് ഒപ്പമെത്താത്ത കാമുകയെ ഉപേക്ഷിക്കാൻ എൻ്റെ പ്രണയിതാവിന് ഒരു മടിയേ ഉണ്ടായില്ല. വിവാഹിതയായപ്പോൾ പ്രശ്നം സങ്കീർണമായി. പുതുപ്പെണ്ണിൻ്റെ സൗന്ദര്യക്കുറവാണ് വരൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ ചർച്ചയായത്. ഞങ്ങളുടെ ചെക്കനെ കൊണ്ടുപോയി വലച്ചു. ചേട്ടത്തിയുടെ വക പരിഭവം. ഇവരൊക്കെ 3 നേരവും സൗന്ദര്യമാണോ പാചകം ചെയ്ത് കഴിക്കുന്നത്? ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചോദിച്ചില്ല. ആദ്യ ദിവസം തന്നെ കലഹിക്കേണ്ടല്ലോ എന്നോർത്തു. ഇവരൊക്കെ എന്നെ കണ്ടിട്ടാണ് കല്യാണം തീരുമാനിച്ചത്.
അന്ന് ഇവരൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു. അഖില വിശ്വനാഥ് എന്ന ഞാൻ സെൽഫി എടുക്കലും സ്റ്റാറ്റസ് ഇടയിലും ജീവിതത്തിൻ്റെ ഭാഗമാക്കാത്തവൾ, സ്വന്തം ഫോട്ടോ എടുക്കാത്തവൾ, ജോലിയുടെ ഭാഗമായി സഹപ്രവർത്തകർക്കൊപ്പം ഒരു ഫോട്ടോ യാദൃശ്ചികമായി എടുക്കേണ്ടി വന്നാൽ ആ കൂട്ടത്തിൽ ചിരിക്കാത്ത ഒരേ ഒരു മുഖം എൻ്റേതു തന്നെ. നിനക്കെന്താ, ഫോട്ടോ എടുക്കുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചുകൂടെ? സഹപ്രവർത്തകരുടെ ചോദ്യം പലപ്പോഴും കേൾക്കേണ്ടി വരുന്നു. അശരീരി പോലെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നിരതെറ്റിയ പല്ല്, ചപ്പിയ മൂക്ക്, നീണ്ട കഴുത്ത്, പിന്നെ ചിരി 7 അയലത്തുകൂടി വരില്ല. അഖില ഒന്നുകൂടി കണ്ണാടിയിലേക്ക് നോക്കി. എന്നിട്ട് സ്വയം ചോദിച്ചു, യാമിനി കൃഷ്ണമൂർത്തിയാകണോ അഖില വിശ്വനാഥ് എന്ന ഞാനാകണോ? പിന്നെ ഒരു ദൃഢനിശ്ചയത്തോടെ എഴുന്നേറ്റ് പ്രശസ്തനായ സൗന്ദര്യശാസ്ത്രജ്ഞൻ ഡോക്ടർ വിജയ് ശങ്കറിൻ്റെ അടുത്തേക്ക് പോയി. സെലിബ്രിറ്റികൾ മുതൽ സാധാരണക്കാർ വരെ വിവിധ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ആശ്രയിക്കുന്ന ഡോക്ടർ വിജയ് ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി അഖില പറഞ്ഞു, ഡോക്ടർ, എൻ്റെ മുഖം മാറ്റിത്തരണം. എന്തിന്? എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ കാണുന്നവർക്കൊക്കെ എൻ്റെ കുറവുകൾ ബോധ്യപ്പെടുത്തി തരാനാണ് താല്പര്യം. എന്നിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പുഞ്ചിരിയോടെ തന്നെ ഉറ്റുനോക്കുന്ന ഡോക്ടറോട് അഖില വീണ്ടും പറഞ്ഞു, എൻ്റെ മുഖം മാറ്റിത്തരണം. അഖില, താൻ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകയാണ്. തൻ്റെ എഴുത്തിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞാനടക്കം. അഖില അഖിലയായിരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ മുഖം മാറ്റണ്ടേ ഡോക്ടർ? വേണ്ട. തൻ്റെ മനസ്സിലേക്ക് മറ്റുള്ളവർ ഒഴുക്കിയ മാലിന്യങ്ങൾ ഇരിച്ചു കളയുക. എന്നാൽ ഞാൻ പൊക്കോട്ടെ? വാതിലിനടുത്ത് ചെന്ന് തിരിഞ്ഞു നോക്കി അഖില വീണ്ടും ചോദിച്ചു, ഒരു ചെറിയ മാറ്റം പോലും എൻ്റെ മുഖത്ത് വരുത്തണമെന്ന് ഡോക്ടർക്ക് തോന്നുന്നില്ലേ? ഇല്ല. ഡോക്ടറുടെ ആ ഉറച്ച മറുപടിയിൽ ആശ്വാസത്തോടെ അഖില വിശ്വനാഥ് എന്ന ഞാൻ എൻ്റെ മുഖം മാറ്റണം എന്ന ചിന്ത വേരോടെ പിഴുതെറിഞ്ഞ ശേഷം പുറത്തേക്കിറങ്ങി. തെളിഞ്ഞ ആകാശവും കാറ്റിളകുന്ന തെരുവ് വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലൂടെ ഊർന്നു വരുന്ന സ്വർണ്ണവർണ്ണമാർന്ന സൂര്യൻ്റെ പ്രകാശവീചികളിലൂടെ ഞാൻ നടന്നു.